എന്തിനാ പർദ്ദ ഇടാൻ പറഞ്ഞതെന്ന് അറിയോ നിങ്ങൾക്ക്? ഖുർആനിൽ പറയുന്നത്, നബിയെ നിന്റെ പത്നിമാരോടും പുത്രിമാരോടും സത്യവിശ്വാസികളായ സ്ത്രീകളോടും അവർ തങ്ങളുടെ മൂടുപടങ്ങൾ തങ്ങളുടെ മേൽ താഴ്ത്തിയിടാൻ പറയുക. അവർ തിരിച്ചറിയപ്പെടുവാനും അങ്ങനെ അവർ ശല്യം ചെയ്യപ്പെടാതിരിക്കുവാനും അതാണ് ഏറ്റവും അനുയോജ്യമായത്. തിരിച്ചറിയപ്പെടാനും ശല്യം ചെയ്യപ്പെടാതിരിക്കാനുമാണ് പർദ്ദ നിർദ്ദേശിച്ചത്. ജബ്ബാറിന്റെ ഈ തള്ളുകൾ കേട്ടുകൊണ്ട് നിങ്ങൾ ജബ്ബാറിനെ ഖുർആന്റെ ആയത്തുകൾ വെച്ചുകൊണ്ട് ഉപദേശിക്കാൻ നിൽക്കണ്ട. അതേപോലെ ജബ്ബാറിനെ ഈ വിഷയത്തിൽ നിങ്ങൾ സംവാദത്തിനും വിളിക്കാൻ നിൽക്കണ്ട. ഒരു കാര്യവുമില്ല. കാരണം വേറെ ഒന്നുകൊണ്ടുമല്ല, അള്ളാഹുവിനെയും ഖുർആനെയും കുറിച്ച് വളരെ വ്യക്തമായി അറിയുന്ന ആരായിരുന്നു? ഇബ്ലീസ്, സാത്താൻ. അവസാനം ആ ഇബ്ലീസിനെ ചവിട്ടി പുറത്താക്കുകയായിരുന്നു അള്ളാഹു ചെയ്തത്. അതേപോലെയാണ് ജബ്ബാർ. ഖുർആനെ കുറിച്ചും അള്ളാഹുവിനെ കുറിച്ചും ഏകദേശമൊക്കെ ഒരു ധാരണയുള്ള ഒരാളാണ് ജബ്ബാർ. ആ ജബ്ബാർ ആരെയൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടി ഖുർആൻ, ഇസ്ലാമിനെയും അള്ളാഹുവിനെയും പരദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു കാര്യമില്ല എന്ന്. മനസ്സിലായിട്ടുണ്ടാവില്ല. പർദ്ദ കണ്ണുമൂക്ക് മൂടിയാണ്ട് കവിത്യാൽ ആളെ തിരിച്ചറിയാതെ തിരിച്ചറിയപ്പെടാതിരിക്കുക ചെയ്യാം. തിരിച്ചറിയപ്പെടാൻ വേണ്ടിയാണ് പർദ്ദ നിർദ്ദേശിച്ചത് എന്നാണ് ഖുർആനിൽ പറയുന്നത്. പർദ്ദ മൂടിയാൽ തിരിച്ചറിയപ്പെടാതിരിക്കുകയാണ് ചെയ്യുക, അല്ലേ? പർദ്ദ മൂടിയവർ പെണ്ണാണോ ആണാണോ വയസ്സത്തിയാണോ ചെറുപ്പക്കാരത്തിയാണോ ഒന്നും തിരിച്ചറിയാതെ പോയി പീഡിപ്പിക്കുന്ന കേസുണ്ട്. അതിനുള്ളിൽ ഒരു ചെറുപ്പക്കാരത്തിയാവുന്നു തെറ്റിദ്ധരിച്ചിട്ട് പോയി പിടിക്കുന്ന കേസുണ്ട്. അപ്പോൾ പർദ്ദ ധരിച്ചു കഴിഞ്ഞാൽ, മുഖമൂടിയുള്ള പർദ്ദ ധരിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് തിരിച്ചറിയപ്പെടാതിരിക്കുകയാണ്. പക്ഷെ ഖുർആനിൽ അള്ളാഹ് പറയുന്നത് തിരിച്ചറിയപ്പെടാൻ വേണ്ടിയാണ് പർദ്ദ നിർദ്ദേശിക്കുന്നത്. എന്താ അതിന്റെ മായന? അതിന്റെ പുരുഷ സ്ത്രീകളാണ്, അടിമ സ്ത്രീകളല്ല, അതുകൊണ്ട് ഓലാരും ശല്യം ചെയ്യണ്ട എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ശല്യം ചെയ്യുന്ന പൂവാലന്മാര് അടിമപ്പെണ്ണാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് സ്വതന്ത്ര പെണ്ണിനെ പിടിക്കാണ്ടിരിക്കാനാണ് അള്ളാഹ് എന്ത് പറയുന്നത്? പർദ്ദ ഇട്ടോളാൻ പറഞ്ഞാണ്. ആരോടാണ്? നബീന്റെ ഭാര്യമാരോടും മക്കളോടും സത്യവിശ്വാസികളോടും. ഈ വിഷയത്തിൽ ജബ്ബാറെ നമ്മളെ തെറി പറയുന്നത്, ചീത്ത പറയുന്നത് കാരണം വേറൊന്നും കൊണ്ടുമല്ല, അയാളുടെ അനുഭവ കഥയാണ് അയാൾ പറയുന്നത്. അയാൾ ചെയ്ത തെണ്ടിത്തരമാണ് നമ്മളോട് വിളിച്ചു പറയുന്നത്. മനസ്സിലായില്ല? പണ്ട് ഇയാൾ ഇസ്ലാമായിരിക്കുന്ന കാലഘട്ടത്തിൽ ഇതുപോലൊരു പർദ്ദയിട്ട് കൊണ്ടുപോകുന്ന ഒരു ലേഡിയെ കണ്ട് ഇയാൾക്ക് വികാരം മൂത്തു. അങ്ങനെ ആ ലേഡിയെ, പർദ്ദയിട്ട് പോകുന്ന ആ ലേഡിയെ കയറി പിടിച്ചു ഇയാൾ. അന്ന് ആ ലേഡി ഇയാളുടെ ഈ ചെവിടത്ത് അടിച്ചടിയിൽ ഈ ചെവിടത്തു കൂടിയാണ് ഇയാൾക്ക് പുക വന്നത്. അന്ന് ഓടിയ ഓട്ടമാണ് ഇസ്ലാം മതവും വിട്ടുകൊണ്ട്. അന്ന് ഓടി ഒളിച്ചത് സംഘികളുടെ കോണകത്തിനകത്തായിരുന്നു. ആ കലിയാണ്, ആ ഇസ്ലാമിനോടുള്ള ആ കലിയാണ് ഇന്ന് സംഘികളുടെ അടുത്ത് നിന്നുകൊണ്ട് ഈ ചലക്കുന്നത്, ഈ വിളിച്ചു പറയുന്നത്. അതായത് ഞാനാണ് ആ തെണ്ടിത്തരം ചെയ്തത് എന്ന് വിളിച്ചു പറയാൻ ധൈര്യമില്ലാത്തത് കൊണ്ട് ഇത് മുസ്ലിങ്ങളുടെ തലക്കിടുകയാണ് ഇയാൾ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇയാൾ ഒരു നരമ്പനാണ് ജബ്ബാർ, ഒരു നരമ്പ് രോഗിയാണ് ഈ ജബ്ബാർ. ഇയാൾക്ക് ഇങ്ങനെ പർദ്ദയിട്ടതും തട്ടമിട്ടതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ അവിടെ ഇവിടേക്ക് ഒന്ന് ഇളകും. സ്വാഭാവികമാണത്, നരമ്പനല്ലേ. പിന്നെ ഇയാളിപ്പോൾ ഇസ്ലാം മതം ഉപേക്ഷിച്ച ആളാണ്. ജബ്ബാർ എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ, ഇസ്ലാം മതം ഉപേക്ഷിച്ചൊന്നുള്ളൂ, പേര് ഉപേക്ഷിച്ചിട്ടില്ല അണ്ണൻ. ഇനിയിപ്പോൾ ഇയാളുടെ വീട്ടിൽ, എൻ്റെ ഒരു ഡൗട്ടാണ് കേട്ടാ, ഇയാളുടെ വീട്ടിലെ പെണ്ണുങ്ങളെ ഇയാൾ ഇനി തുണിയില്ലാതെയാണോ നടത്തിക്കുന്നുള്ള കാര്യത്തിൽ ഡൗട്ട് ഇല്ലാതില്ല. അങ്ങനെ ഇയാളുടെ വീട്ടിലെ പെണ്ണുങ്ങളെ തുണിയില്ലാതെ നടത്തിക്കുന്നത് കൊണ്ട് ഈ തട്ടവും പർദ്ദയിട്ട പെണ്ണുങ്ങളെ കാണുമ്പോൾ ഇയാൾക്ക് എവിടെയെങ്കിലും അരിക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യാനാ? അവ സ്വന്തം തെണ്ടിത്തരം കാട്ടിയിട്ട് മറ്റൊരാളുടെ തലയ്ക്കിട്ട് കൊടുക്കുകയാണ് ഈ ജബ്ബാർ ഇവിടെ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അതുകൊണ്ട് തെറി പറയരുത്. നരമ്പൻ്റെ അസുഖമുണ്ട്. അതുകൊണ്ടാണ് ഈ പർദ്ദ, ലേഡി, അടിമ എന്നൊക്കെ പറയുന്നത്. അങ്ങനെയാണ്, അതുകൊണ്ടാണ് ഈ പറയുന്നത്. ആരും തെറി പറയരുത്. പിന്നീട് ഞാൻ ഈ ചെറിയ വീഡിയോകൾ ചെയ്യുന്നത് വേറൊന്നും കൊണ്ടുമല്ല, നോമ്പ് സമയമായത് കൊണ്ട് വലിയ വീഡിയോകൾ ചെയ്യാൻ സമയമെടുക്കും. അതുകൊണ്ടാണ്. എന്നാൽ പിന്നെ അസ്സലാമു അലൈക്കും.